ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് സൺസ്ക്രീനിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പം ഈ ഒരു കാലാവസ്ഥയിൽ എന്തായാലും ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇപ്പം ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് കണ്ടു നോക്കുക. യൂസ്ഫുൾ ആണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കൂടാതെ നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യാനും വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അല്ലേ. ഫസ്റ്റ് തന്നെ നമ്മൾ എന്തിനാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ. നമ്മൾ സണ്ണിൽ നിന്നും നമ്മുടെ ഫേസിന് അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്കൊക്കെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലുള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് കുറച്ചെടുക്കാനായിട്ട് പറ്റും. അതായത് സ്കിന്നിലെ പിഗ്മെൻറ്റേഷൻ, അതുപോലെ തന്നെ ഫേസിൽ ഉണ്ടാകുന്ന ഡാർക്ക് മാർക്കുകൾ, അതുപോലെ റിങ്കിൾസ് അതായത് ചുളിവുകളൊക്കെ വരിക, ഈ ഉള്ള കുറേ പ്രശ്നങ്ങളൊക്കെ നമുക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് വഴി ഒഴിവാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് തിരഞ്ഞെടുക്കും. ഡ്രൈ സ്കിൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടി ഹൈഡ്രേറ്റ് ആവുന്ന രീതിയിൽ അല്ലെങ്കിൽ നല്ലൊരു മോയ്സ്ചർ എഫക്റ്റ് നിലനിൽക്കാൻ പാകത്തിനുള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു ഗ്ലോ തരുന്ന രീതിയിൽ. പിന്നെ ഓയിലി സ്കിൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഓയിലൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പാകത്തിന് ഒരുപാട് ഓയിൽനെസ് ഫീൽ ചെയ്യാത്ത രീതിയിലുള്ള സൺസ്ക്രീനും കൂടി തിരഞ്ഞെടുക്കുക. നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടായിരിക്കും SPF 50+ അല്ലെങ്കിൽ 30+ എന്നൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ നേരിട്ട് വെയിലടിക്കുന്ന ഒരു ജോബിനാണ് അല്ലെങ്കിൽ എപ്പോഴും വെളിയിലൊക്കെയാണ് ജോലി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ SPF 50+ ഉള്ളത് തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ PA++ അല്ലെങ്കിൽ 4+ അങ്ങനെയൊക്കെ ഉള്ളതൊന്ന് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ SPF 30, 50 എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ്റെ ലെവൽ കാണിക്കുന്നതാണ് കേട്ടോ. പിന്നെ വീട്ടിലിരുന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അധികം അങ്ങനെ വെയിലൊന്നും കൊള്ളുന്നില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ SPF 30 ഉള്ളത് തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ PA++, AA+, അല്ലെങ്കിൽ 4+ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതും ഇതുപോലൊരു പ്രൊട്ടക്ഷൻ്റെ ലെവലാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും PA++ ഉള്ളത് തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ UVA, UVB പ്രൊട്ടക്ഷൻ ഉള്ളതും കൂടെ തിരഞ്ഞെടുക്കുക കേട്ടോ. അതായത് സൺ ബേൺ എന്നൊക്കെ കേട്ടിട്ടില്ലേ, നമ്മൾ ഈ ഒരു സൂര്യൻ്റെ ചൂടേറ്റിട്ട് ശരീരം പൊള്ളി പോവുക അല്ലെങ്കിൽ ഫേസിൽ പൊള്ളലുണ്ടാവുക എന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് UVA, UVB പ്രൊട്ടക്ഷൻ ഉള്ളത് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ അങ്ങനെ ഒരു സൺസ്ക്രീൻ ഞാനിപ്പം യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ച് നാളായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് അതിൻ്റെ ഡീറ്റെയിലും കൂടി ഒന്ന് പറയാം. വിഷ് കെയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ഇൻവിസിബിൾ ജെൽ സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇത് അത്യാവശ്യം ഡ്രൈ സ്കിന്നുകാർക്ക് ഭയങ്കര നന്നായിട്ടുള്ളൊരു സൺസ്ക്രീൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഒട്ടും നമ്മുടെ സ്കിന്ന് ഡ്രൈ ആക്കില്ല, അത് മാത്രമല്ല നല്ലൊരു മോയ്സ്ചർ എഫക്റ്റോട് കൂടി ഇരിക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. മെയിൻ ആയിട്ടുള്ള വിഷയം അതൊന്നുമല്ല, ഇതിന് ഒട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെന്നുള്ളൊരു ഫീലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഭയങ്കര ഈസി ആയിട്ട് നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ആവുന്നുണ്ട്. അതുമാത്രമല്ല ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക, സ്മൂത്ത് ആയിട്ടുള്ളൊരു ഇതിൻ്റെ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആണ് യൂസ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഒരുപാട് ഗുണങ്ങളും ഉണ്ട് ഈ ഒരു സൺസ്ക്രീനിന് കേട്ടോ. അതായത് ബ്രോഡ് സ്പെക്ട്രമാണ്, അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആണ്, ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്, 1% ഹൈലറോണിക് ആസിഡ് ആണ്, അതുപോലെ തന്നെ നിയാസിനിമൈഡ് ആണ്, പിന്നെ സെറാമൈഡ്, അങ്ങനെയൊക്കെ ഉള്ള കുറേ ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ ഒട്ടും ഡ്രൈ ആക്കാതെ വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് വെളിയിലിറങ്ങുമ്പം യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സൺസ്ക്രീൻ ആണ് ഇത്. അപ്പോൾ എനിക്കിത് അത്യാവശ്യം കുഴപ്പമില്ലാത്തതുപോലെ ഫീൽ ചെയ്തിട്ടാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ സ്കിൻ ടോണിന് ചേരുന്ന രീതിയിലാണ് ഇത് ഇവർ തയ്യാറാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആക്കുന്നുണ്ട്. പിന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് കൂടുതലും മാച്ചായിട്ട് തോന്നിയിട്ടുള്ളത് ഡ്രൈ സ്കിന്നിനാണ് കേട്ടോ. അതുപോലെ തന്നെ സേഫ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ പാരബൺ ഫ്രീ ആണ്, സിലിക്കോൺ ഫ്രീ ആണ്, ക്രുവൽറ്റി ഫ്രീ ആണ്. കുറച്ച് എക്സ്പെൻസ് സൈഡിലാണ് കേട്ടോ വരുന്നത്. പക്ഷേ ഈ ഒരു പ്രൈസിന് ഭയങ്കര വർത്ത് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതിൽ താഴ്ന്ന പ്രൈസിൽ വേറെയും ഒരുപാട് നല്ല സൺസ്ക്രീൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഒരു സ്കിൻ ടൈപ്പിന് അനുസരിച്ചുള്ളത് തിരഞ്ഞെടുക്കുക. ഇത് യൂസ് ചെയ്യണമെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ ഒന്നുമല്ല. ഞാനിത് യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല, നന്നായിട്ട് ഫീൽ ചെയ്തിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത്. ഇത് തന്നെ വാങ്ങിക്കണമെന്നല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, നിങ്ങളുടെ സ്കിന്നിന് ചേരുന്നത്, നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തായാലും ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ.
അത്യാവശ്യം യൂസ് ചെയ്യാൻ പാകത്തിനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഈ ഒരു പാക്കേജിങ്ങിൽ. ഇതേപോലെ ട്യൂബ് പാക്കേജിംഗ് ആണ് വരുന്നത്. ഓറഞ്ചും അതുപോലെ തന്നെ വൈറ്റ് കളർ കോമ്പിനേഷനിലുമാണ് വരുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ പ്രസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ട്രാവൽ ഫ്രണ്ട്ലി ആണ് കേട്ടോ, അധികം വലിയ പാക്കറ്റൊന്നും അല്ല. പിന്നെ ചെറിയൊരു ഓറഞ്ച് ഷെയ്ഡും ഒരു വൈറ്റ് കളറും കൂടെ മിക്സ് ആയിട്ടാണ് പ്രോഡക്റ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ല എന്ന് പറയുന്നത്. ഈസിയാണ് ബ്ലെൻഡ് ചെയ്യാനും. നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലോട്ട് അത് അബ്സോർബ് ആവുന്നുണ്ട്. ഭയങ്കര ലൈറ്റാണ് സംഭവം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമ്മുടെ സ്കിന്നിലോട്ട് അത് ആവുന്നുണ്ട്. അപ്ലൈ ചെയ്തതിന് ശേഷം ഒട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യമല്ലേ. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഈ ഒരു സൺസ്ക്രീൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓൾറെഡി ഇങ്ങനെ വൈറ്റ് കാസ്റ്റ് ഉള്ളത് കൊണ്ടാണ് നേരത്തെ തൊട്ട് സൺസ്ക്രീൻ ഞാൻ ഇങ്ങനെ സ്കിപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതെനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടാണ് ഷെയർ ചെയ്തത്. കാര്യങ്ങളും ഒക്കെ കണ്ടല്ലോ. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾ ഈ ഒരു ചൂടുള്ള സമയത്ത് വെളിയിൽ പോകുന്നവരാണെങ്കിൽ നല്ലൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക കേട്ടോ, നമ്മുടെ സ്കിന്നിന് ഒരു പ്രൊട്ടക്ഷൻ എന്ന നിലയിൽ. അപ്പോൾ എന്തായാലും വീഡിയോ യൂസ്ഫുൾ ആണ്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.